ഹായ്, നമ്മളിപ്പോൾ ആനിമൽ കിങ്ഡത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ പിക്ചർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. ഐഡൻറ്റിഫൈ ദ പിക്ചർ. നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ട്. ഹൗ ഡസ് ദിസ് സ്ട്രക്ചർ ഹെൽപ്പ് ദ ഓർഗാനിസം? നമുക്കറിയാം ഈ പിക്ചർ നമ്മുടെ ടെക്സ്റ്റിലുള്ളതാണ്. ദിസ് പിക്ചർ ഇസ് എ പിക്ചർ ഓഫ് നിഡോബ്ലാസ്റ്റ്. അതുകൊണ്ടാണ് ആ ഫൈലം നിഡേറിയൻസ് എന്നറിയപ്പെടുന്നത്. ഫൈലം സീലൻട്രേറ്റയിലെ നിഡോബ്ലാസ്റ്റ് ആണത്. ഹൗ ഡസ് ദിസ് സ്ട്രക്ചർ ഹെൽപ്പ് ദ ഓർഗാനിസം? They are present in the tentacles. Tentacles-ലാണ് ഇത് കാണുന്നത്. It helps in anchorage, defense and prey capture. Nidoblast helps in anchorage, defense and prey capture. And first question answer. Next, mention a single word or term for the following. First one, file-like rasping organ in molluscans. Molluscae file-like rasping organ-ന്റെ പേരെന്ത്? It is radula. നെക്സ്റ്റ് വൺ, പ്രോപ്പർട്ടി ഓഫ് എ ലിവിങ് ഓർഗാനിസം ടു എമിറ്റ് ലൈറ്റ്. ജീവനുള്ള ഓർഗാനിസത്തിന് ലൈറ്റ് എമിഷൻ നടത്തുകയാണെങ്കിൽ ആ പ്രോപ്പർട്ടിക്ക് എന്താണ് പറയുക? ബയോലൂമിനസെൻസ്. നെക്സ്റ്റ് ഇസ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ഇൻ നിഡേറിയൻസ്. നേരത്തെ പറഞ്ഞ നിഡേറിയ ഓർ സിലൻട്രേറ്റ എന്ന് പറഞ്ഞ ഫൈലത്തിലെ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ കാണിക്കുന്നുണ്ട്. അതായത് അവർ ഒരു പ്രാവശ്യം പോളിപ്പാണെങ്കിൽ നെക്സ്റ്റ് പോളിപ്പ് റീപ്രൊഡ്യൂസ്ഡ് ഫോം polyp reproduce asexually to form medusa and medusa reproduce sexually to form polyp. അപ്പോൾ ഈ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ പറയുന്ന സിംഗിൾ വേർഡ് എന്താണ്? ദറ്റ് ഇസ് മെറ്റാജനസിസ്. നെക്സ്റ്റ് വൺ, ഹോളോ ബോൺസ് വിത്ത് എയർ ക്യാവിറ്റീസ്. ഇറ്റ് ഈസ് എൻ അഡാപ്റ്റേഷൻ ഫോർ ബേർഡ്സ് ഫോർ ഫ്ലൈറ്റ്. അപ്പോൾ ഒരു ഫ്ലൈറ്റ് അഡാപ്റ്റേഷനാണ്. ബേർഡ്സിൻ്റെ ബോൺസ് ഹോളോ ആയിരിക്കും. അപ്പോൾ ഹോളോ ബോൺസിന് അതിന് വൺ വേർഡായിട്ട് പറയുന്നത് ന്യൂമാറ്റിക് ബോൺസ്. ഓക്കെ, അപ്പോൾ എ റാഡുല, ബി ബയോലൂമിനസെൻസ്, സി മെറ്റാജനസിസ് ആൻഡ് ഡി ന്യൂമാറ്റിക് ബോൺസ്. നെക്സ്റ്റ്, തേർഡ് ക്വസ്റ്റ്യൻ. എ സ്റ്റുഡൻറ്റ് ഓഫ് ക്ലാസ് +1 collected some specimens during the field trip conducted by the science club. Help him to classify these animals. അപ്പോൾ തന്നിരിക്കുന്ന ആനിമൽസിനെ ക്ലാസിഫൈ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ, സ്പോഞ്ചില്ല. സ്പോഞ്ചില്ല ബിലോങ്സ് ടു ഫൈലം പോറിഫെറ. ടീനോപ്ലേന ആണ് കേട്ടോ, PLANA ആണ്. ടീനോപ്ലേന ബിലോങ്സ് ടു ദ ഫൈലം ടീനോഫോറ. ആൻഡ് ലാസിഫർ ബിലോങ്സ് ടു ദ ഫൈലം ആർത്രോപോഡ. ആൻഡ് കെലോട്ടസ് ബിലോങ്സ് ടു ദ ഫൈലം കോഡേറ്റ ആൻഡ് ക്ലാസ് റെപ്റ്റീലിയ. ഓക്കെ, അപ്പോൾ സ്പോഞ്ചില ബിലോങ്സ് ടു പോറിഫെറ, ടീനോപ്ലേന ബിലോങ്സ് ടു ടീനോഫോറ, ലാസിഫർ ബിലോങ്സ് ടു ആർത്രോപോഡ ആൻഡ് കെലോട്ടസ് ബിലോങ്സ് ടു ക്ലാസ് റെപ്റ്റീലിയ ആൻഡ് ഫൈലം കോഡേറ്റ. ദെൻ ഫോർത്ത് വൺ, രണ്ട് ഡയഗ്രാം തന്നിട്ടുണ്ട്. ഐഡൻറ്റിഫൈ ആൻഡ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ദം. അതായത് ഫോർത്ത് വണ്ണിൽ എ എന്ന് പറഞ്ഞിരിക്കുന്നത് കാർട്ടിലേജിനസ് ഫിഷസ് ആണ്. ദർ അതർവൈസ് നോൺ ആസ് കോൺട്രക്ടീസ്. വൈൽ ബി ഇസ് ബോണി ഫിഷസ്, അതർവൈസ് നോൺ ആസ് ഓസ്റ്റിക്ടീസ്. ഇനി ഡിഫറൻഷിയേറ്റ് കോൺട്രക്ടീസ് ആൻഡ് ഓസ്റ്റിക്ടീസ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരു 2 മാർക്കിൻ്റെതായതുകൊണ്ട് ഒരു 4 പോയിൻ്റെങ്കിലും നമുക്ക് എഴുതാം. ഫസ്റ്റ് വൺ, skeletal structures are cartilaginous in case of contractile, while skeletal structures are bony in case of bony fishes or osteichthyes. Then cartilaginous fishes have ventrally placed mouth, while the mouth is terminal in case of bony fishes. Then cartilaginous fishes are devoid of air bladder, so it should swim continuously to prevent sinking, while osteichthyes or B bony fishes have air bladder, so it prevents it from sinking. Then cartilaginous fishes have placoid scales, while bony fishes have placoid or ctenoid scales. Then cartilaginous fishes are mostly marine. Mostly they are marine, while freshwater fishes or bony fishes can be freshwater or marine. Then cartilaginous fishes mostly they are viviparous, while bony fishes are oviparous. ഇതൊക്കെയാണ് മേജർ ആയിട്ടുള്ള ഡിഫറൻസസ്. ഇതിലേതെങ്കിലും 4 എണ്ണം എഴുതാം. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ടേബിൾ ഗിവൺ ബിലോ ആൻഡ് റീപ്ലേസ് A, B, C ആൻഡ് D ഫ്രം ദോസ് ആനിമൽസ് ഗിവൺ ഇൻ ദ ബ്രാക്കറ്റ്സ്. അപ്പോൾ ആ കറക്റ്റായിട്ട് ആ തന്നിരിക്കുന്ന ടേബിൾ ഫില്ല് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അസിമെട്രി കാണിക്കുന്ന ഓർഗാനിസംസ് ഒന്ന് നമുക്ക് തന്നിട്ടുണ്ട് സൈക്കൺ.
Then, which is the organism which shows asymmetry? നമുക്കറിയാം asymmetry is shown by the phylum Porifera. അപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ പോറിഫെറയിൽ ഇൻക്ലൂഡ് ചെയ്ത് ആരാണ്? ഹൈഡ്ര, ഷാർക്ക്, സ്പോഞ്ചില്ല, സ്റ്റാർഫിഷ്, ഇത്രയാണ് തന്നിരിക്കുന്നത്. സ്പോഞ്ചില്ലയാണ് അസിമെട്രി കാണിക്കുന്നത്, പോറിഫെറ. ദെൻ റേഡിയൽ സിമെട്രി കാണിക്കുന്നത് ഹൈഡ്ര ആൻഡ് സ്റ്റാർഫിഷ്. ബൈലാറ്ററൽ സിമെട്രി ഷാർക്ക്. സോ എ എന്ന് പറയുന്നത് ഹൈഡ്ര, ബി ഷാർക്ക്, സി സ്പോഞ്ചില്ല ആൻഡ് ഡി സ്റ്റാർഫിഷ്. Then sixth question, name the distinctive character responsible for the group names. ഓരോ ഗ്രൂപ്പിനും അതിൻ്റെ പേര് വരാൻ കാരണമായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ഉണ്ടെന്ന് ഞാൻ പറയാറുണ്ട്. അതിൻ്റെ ആ ക്യാരക്ടറിൻ്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. ടിനോഫോറ എന്ന് പറയുന്ന ഗ്രൂപ്പിന് ആ പേര് വരാൻ കാരണം നമ്മൾ പറഞ്ഞു. ടിനോഫോറയ്ക്ക് പേര് വരാൻ കാരണം അവരുടെ ആ കോംപ്ലേറ്റ്സ് ആണ്. ടീനിയ എന്ന് പറയുന്ന കോംപ്ലേറ്റ്സ്. ദെൻ എക്കൈനോഡോമേറ്റ, അവർക്ക് ആ പേര് വരാൻ കാരണം ദേ ആർ സ്പൈനി സ്കിൻഡ് ഓർഗാനിസംസ്. ദെൻ മമേലിയയ്ക്ക് കാരണം ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് മാമറി ഗ്ലാൻഡ്സ്. കോഡേറ്റയ്ക്ക് കാരണം ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് നോട്ടോകോഡ്. അനലിഡ ആർ ഓൾസോ ബിക്കോസ് ദർ ബോഡി ഈസ് റിംഗ് ലൈക്ക് സ്ട്രക്ചർ. അതായത് അനുലായി എന്ന് പറഞ്ഞ റിംഗ് ആണ്. അപ്പോൾ റിങ്സ് അടുക്കി വെച്ചിരിക്കുന്ന പോലത്തെ സ്ട്രക്ചറാണ്, റിംഗ് ലൈക്ക് ബോഡി, അതായത് സെഗ്മെൻറ്റേഷൻ. ദെൻ ആർത്രോപോഡ മീൻസ് ദേ ഹാവ് ജോയിൻറ്റഡ് അപ്പൻഡേജസ്. അപ്പോൾ ഇതാണ് ഓരോ ഫൈലത്തിനും കാരണമായിട്ടുള്ള ക്യാരക്ടേഴ്സ്. സെവൻത് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ആൻ ഒവിപാരസ് മാമൽ ഫ്രം ദ ഫോളോയിങ് എക്സാമ്പിൾ. അപ്പോൾ ഒവിപാരസ് മാമൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓർണിത്തോറിങ്കസ് ആണ് ഒവിപാരസ് മാമൽ. ഓക്കെ, ഇതിൽ ടിറോപ്പസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാറ്റാണ്, ഓർണിത്തോറിങ്കസ് ആണ് നമ്മുടെ പ്ലാറ്റിപ്പസ്. ദെൻ ബലനോപ്റ്റീറ എന്ന് പറഞ്ഞാൽ ബ്ലൂ വെയിലാണ്, ആൻഡ് ഇക്വസ് ഇസ് ഹോസ്. അപ്പോൾ ഇത് കോമൺ നെയിം തന്നാൽ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിരിക്കും, അതാണ് അത് സയൻറ്റിഫിക് നെയിം തന്നിരിക്കുന്നത്. അപ്പോൾ തെറ്റാൻ സാധ്യത കൂടുതലാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ്. അപ്പോൾ പ്ലാറ്റിഹെൽമിന്തസ്, അനലിഡ, ആർത്രോപോഡ, മൊളസ്ക. ഇപ്പുറത്തെ സൈഡിൽ തന്നിരിക്കുന്നത് എക്സ്ക്രീറ്ററി സ്ട്രക്ചേഴ്സാണ്. പ്ലാറ്റിഹെൽമിന്തസിൻ്റെ എക്സ്ക്രീറ്ററി സ്ട്രക്ചർ ഏതാണ്? അനലിഡയുടെ, ആർത്രോപോഡയുടെ, മൊളസ്കയുടെ. മൊളസ്കയുടെ എക്സ്ക്രീറ്ററി സ്ട്രക്ചേഴ്സാണ് ഗിൽസ് എന്ന് പറയുന്നത്. ആർത്രോപോഡയുടെ മാൽപീജിയൻ ട്യൂബ്യൂൾസ് ആണ് എക്സ്ക്രീറ്ററി സ്ട്രക്ചേഴ്സ്. ദെൻ അനലിഡയുടെ നെഫ്രീഡിയ ആൻഡ് പ്ലാറ്റിഹെൽമിന്തസിൻ്റെ ഫ്ലെയിം സെൽസ്. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കോളം മാച്ച് ചെയ്യേണ്ടത്. പ്ലാറ്റിഹെൽമിന്തസ് ഫ്ലെയിം സെൽസ്, അനലിഡ നെഫ്രീഡിയ, ആർത്രോപോഡ മാൽപീജിയൻ ട്യൂബ്യൂൾ ആൻഡ് മൊളസ്കൻസ് ഗിൽസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്കോളിഡോൺ ക്രിസ്റ്റിസ്, കാരക്രോഡോൺ, ട്രൈഗൺ ആർ ദ എക്സാമ്പിൾസ് ഓഫ് ക്ലാസ് ഇൻ ഇൻവേർട്ടിബ്രേറ്റ. മെൻഷൻ ദ ക്ലാസ്. അപ്പോൾ ക്ലാസ് കോൺട്രിക്ടീസ് ആണ്, കാർട്ടിലേജിനസ് ഫിഷസ്. അപ്പോൾ കാർട്ടിലേജിനസ് ഫിഷസിൻ്റെ കുറച്ച് ക്യാരക്ടേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ കാർട്ടിലേജിനസ് ഫിഷസ് ആൻഡ് ബോണി ഫിഷസ്. ദെൻ ഐഡൻറ്റിഫൈ ദ വേർഡ് പെയർ ആപ്ലിക്കബിൾ ടു ദ ഫൈലം ടീനോഫോറ. ടീനോഫോറയ്ക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഫൈലം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നെഫ്രീഡിയ, പാരപ്പോഡിയ, അത് അനലിഡയുടെ ക്യാരക്ടറാണ്. കോംപ്ലേറ്റ്സ്, ബയോലൂമിനസെൻസ്, അത് രണ്ടും ടീനോഫോറയുടെ ക്യാരക്ടറാണ്. പോളിപ്പ്, മെറ്റാജനസിസ്, അത് രണ്ടും നമ്മുടെ സിലൻട്രേറ്റയുടെ ക്യാരക്ടറാണ്. ദെൻ റാഡുല, വിസറൽ ഹം, അത് രണ്ടും മൊളസ്കൻ ക്യാരക്ടറാണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ബി ആണ്, കോംപ്ലേറ്റ്സ്, ബയോലൂമിനസെൻസ്. ദെൻ 11th ക്വസ്റ്റ്യൻ, characteristics of certain animals are given. Arrange them under the class to which these animals belong. അപ്പോൾ ക്യാരക്ടേഴ്സ് തന്നിട്ടുണ്ട്, ക്ലാസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സ്കിൻ ഇസ് മോയിസ്റ്റ് വിത്തൗട്ട് സ്കെയിൽസ്. അപ്പോൾ സ്കിൻ ഇസ് മോയിസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫിഷസിനെയും കൺസിഡർ ചെയ്യാം, പക്ഷേ വിത്തൗട്ട് സ്കെയിൽസ് എന്ന് പറയുന്നുണ്ട്. സോ ദ ക്ലാസ് ഇസ് ആംഫീബിയ. ദെൻ ബോഡി ഈസ് കവേർഡ് ബൈ ഡ്രൈ ആൻഡ് കോർണിഫൈഡ് സ്കിൻ. നമുക്കറിയാം ഡ്രൈ സ്കിന്നുള്ളത് ആർക്കാണ്? റെപ്റ്റീലിയ. ഷെഡ് ദ സ്കിൻസ് ആ സ്കിൻ കാസ്റ്റ്, അതും റെപ്റ്റീലിയൻ ക്യാരക്ടറാണ്. ദെൻ ക്യാൻ ലീവ് ഇൻ അക്വാട്ടിക് ആസ് വെൽ ആസ് ടെറസ്ട്രിയൽ ഹാബിറ്ററ്റ്, അത് ആംഫീബിയാണ്. അപ്പോൾ ഫസ്റ്റ് വൺ ആൻഡ് ഫോർത്ത് വൺ ആംഫീബിയ, സെക്കൻഡ് ആൻഡ് തേർഡ് വൺ റെപ്റ്റീലിയ. 12th ക്വസ്റ്റ്യൻ,
ഒബ്സർവ് ദ ഫിഗേഴ്സ്, ഐഡൻറ്റിഫൈ ദ ഓർഗാനിസം. എ എന്ന് പറയുന്നത് നമ്മുടെ ബലനോഗ്ലോസസ് ആണ്, അതായത് ഹെമികോഡേറ്റയിൽ പെട്ടത്. ബി നീറീസ് ആണ്, അനലിഡ. ആൻഡ് സി ഇസ് ലിവർ ഫ്ലൂക്ക്, ഫ്ലാറ്റ് വേം, പ്ലാറ്റിഹെൽമിന്തസിൽ പെട്ടത്. ദെൻ 12th ക്വസ്റ്റ്യൻ്റെ ഒരു കണ്ടിന്യൂഷൻ നെയിം ദ ഫൈലം ടു വിച്ച് ഈച്ച് ബിലോങ്. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എ ഹെമികോഡേറ്റ, ബി അനലിഡ ആൻഡ് സി പ്ലാറ്റിഹെൽമിന്തസ്. Then 13th question, unlike bony fishes, cartilaginous fishes swim constantly to avoid sinking due to the bony fishes cartilaginous ഫിഷസിനെ പോലെ അല്ല. കാർട്ടിലേജിനസ് ഫിഷസ് കണ്ടിന്യൂസ്ലി സ്വിം ചെയ്യും, ബോണി ഫിഷസ് അങ്ങനെ കണ്ടിന്യൂസ്ലി സ്വിം ചെയ്യണമെന്നില്ല. അപ്പോൾ എന്താണ് അതിൻ്റെ കാരണം? കാർട്ടിലേജിനസ് ഫിഷസിൻ്റെ കണ്ടിന്യൂസ് സ്വിമ്മിങ്ങിന് കാരണം എന്ത്? ആബ്സെൻസ് ഓഫ് എയർ ബ്ലാഡർ. ഡി ഈസ് ദ ആൻസർ. Then next question, the following are organs of certain animals. Select the organs helps in excretion. നമുക്ക് തന്നിരിക്കുന്നത് പാരപ്പോഡിയ, ഫ്ലെയിം സെൽ, പ്രൊബോസിസ് ഗ്ലാൻഡ് ആൻഡ് കോംപ്ലേറ്റ്സ് ആണ്. അതിൽ ഫ്ലെയിം സെൽസും പ്രൊബോസിസ് ഗ്ലാൻഡുമാണ് എക്സ്ക്രീഷന് സഹായിക്കുന്നത്. പ്രൊബോസിസ് ഗ്ലാൻഡ് ഹെമികോഡേറ്റയിലും, ഫ്ലെയിം സെൽസ് അതുപോലെ പാരപ്പോഡിയ ആൻഡ് കോംപ്ലേറ്റ്സ് ഹെൽപ്സ് ഇൻ പാരപ്പോഡിയ ആൻഡ് കോംപ്ലേറ്റ്സ് ഹെൽപ്സ് ഇൻ ലോക്കോമോഷൻ. അപ്പോൾ ഫസ്റ്റ് വൺ സെലക്ട് ദ ഓർഗൻസ് ഹെൽപ്സ് ഇൻ എക്സ്ക്രീഷനാണ്. അത് ഫ്ലെയിം സെൽസും പ്രൊബോസിസ് ഗ്ലാൻഡുമാണ്. ഫ്ലെയിം സെൽസ് കാണുന്നത് പ്ലാറ്റിഹെൽമിന്തസിലും, പ്രൊബോസിസ് ഗ്ലാൻഡ് കാണുന്നത് ഹെമികോഡേറ്റയിലും. ദെൻ നെയിം ദ ഓർഗാനിസം ബെയറിംഗ് ദീസ് ഓർഗൻസ് ആൻഡ് റൈറ്റ് ഇറ്റ്സ് ഫൈലം. അപ്പോൾ ഫ്ലെയിം സെൽസ് കാണുന്നത് ഏതെങ്കിലും ഒരു ഫ്ലാറ്റ് വേമിൻ്റെ ടീനിയ എഴുതുക. പ്രൊബോസിസ് ഗ്ലാൻഡ് കാണുന്ന ഓർഗാനിസത്തിൻ്റെ പേര് ചോദിക്കുമ്പോൾ ഹെമികോഡേറ്റയിലെ ബലനോഗ്ലോസസ് അല്ലെങ്കിൽ സാക്കോഗ്ലോസസ് ഒക്കെ എഴുതാം. നെക്സ്റ്റ് 15th ക്വസ്റ്റ്യൻ, സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ആ രണ്ട് ക്വസ്റ്റ്യനും നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള സെയിം ഡയഗ്രമാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിന് വലിയ ഡിസ്കഷൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സെയിം ഡയഗ്രമാണ്. ദെൻ 17th ക്വസ്റ്റ്യൻ, ഇതെപ്പോഴും ചോദിക്കുന്നതാണ്. ഓൾ വേർട്ടിബ്രേറ്റ്സ് ആർ കോഡേറ്റ്സ് ബട്ട് ഓൾ കോഡേറ്റ്സ് ആർ നോട്ട് വേർട്ടിബ്രേറ്റ്സ്. ഡു യു എഗ്രി വിത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ്? സബ്സ്റ്റാൻഷിയേറ്റ്. അതായത് എല്ലാ വേർട്ടിബ്രേറ്റ്സും കോഡേറ്റ്സ് ആണ്, എന്നാൽ എല്ലാ കോഡേറ്റ്സും വേർട്ടിബ്രേറ്റ് അല്ല. ശരിയോ തെറ്റോ? വിശദീകരിക്കുക. അതാണ് ചോദ്യം. നമുക്കറിയാം ഫൈലം കോഡേറ്റയിലെ ഒരു സബ് ഫൈലമാണ് വേർട്ടിബ്രേറ്റ എന്ന് പറയുന്നത്. ഫൈലം കോഡേറ്റ ഇസ് ഡിവൈഡ് ഇൻ ടു 3 സബ് ഫൈലം. സബ് ഫൈലം സെഫാലോകോഡേറ്റ, സബ് ഫൈലം യൂറോകോഡേറ്റ ആൻഡ് സബ് ഫൈലം വേർട്ടിബ്രേറ്റ. അപ്പോൾ വേർട്ടിബ്രേറ്റ്സ് എന്ന് പറയുമ്പോൾ അവരെല്ലാം കോഡേറ്റ്സ് ആണ്. പക്ഷേ എല്ലാ കോഡേറ്റ്സും വേർട്ടിബ്രേറ്റ്സ് അല്ല. അതായത് എല്ലാ വേർട്ടിബ്രേറ്റും ടിപ്പിക്കൽ കോഡേറ്റ് ക്യാരക്ടേഴ്സ് കാണിക്കുന്നവരാണ്. എന്താണ്? പ്രസൻസ് ഓഫ് നോട്ടോകോഡ്, ഡോസൽ ഹോളോ നെർവ് കോഡ്, ഹാർട്ടസ് വെൻട്രൽ, അങ്ങനെ പറയുന്ന കോഡേറ്റ് ക്യാരക്ടറൊക്കെ കാണിക്കുന്നവരാണ് എല്ലാ വേർട്ടിബ്രേറ്റ്സും. പക്ഷേ എല്ലാ കോഡേറ്റ്സും വേർട്ടിബ്രേറ്റ്സ് അല്ല. വേർട്ടിബ്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ ദേ പോസസ് വേർട്ടിബ്രൽ കോളം എന്നാണ് അർത്ഥം. പക്ഷേ കോഡേറ്റ്സിൽ വേറെ കുറേ ആൾക്കാരുണ്ട്, യൂറോ കോഡേറ്റ് ആൻഡ് സെഫാലോ കോഡേറ്റ്. അവർക്ക് വെർട്ടിബ്രൽ കോളം ഇല്ല. അപ്പോൾ അവർ വേറെ ഒരു സബ് ഫൈലമാണ്. സോ ഓൾ വേർട്ടിബ്രേറ്റ്സ് ആർ കോഡേറ്റ്സ് ബട്ട് ഓൾ കോഡേറ്റ്സ് ആർ നോട്ട് വേർട്ടിബ്രേറ്റ്സ്. ദെൻ 18th ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട് ആൻഡ് ജസ്റ്റിഫൈ യുവർ ആൻസർ. എ എന്ന് പറയുന്നത് സ്റ്റാർ ഫിഷ്, ഡബിൾ ഫിഷ്, ഡോഗ് ഫിഷ് ആൻഡ് ജെല്ലി ഫിഷ്. സ്റ്റാർ ഫിഷ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എക്കൈനോഡർമേറ്റിൽ പെട്ടതാണ്. ഡബിൾ ഫിഷ് ഒക്ടോപ്പസ് മൊളസ്കനിലാണ്. ഡോഗ് ഫിഷ് എന്ന് പറഞ്ഞാൽ ഷാർക്കാണ്, അത് കോഡേറ്റയിൽ പെട്ടതാണ്. ജെല്ലി ഫിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിലൻട്രേറ്റയിൽ പെട്ടതാണ്. അപ്പോൾ ഒന്ന് എങ്ങനെ ഇതിനെ ഓഡ് വൺ ഔട്ട് നോക്കുമ്പോൾ ഡോഗ് ഫിഷ് മാത്രം കോഡേറ്റും ബാക്കിയെല്ലാം നോൺ കോഡേറ്റ്സുമാണ്. അപ്പോൾ ദ ഓഡ് വൺ ഇസ് ഡോഗ് ഫിഷ് ബിക്കോസ് ഇറ്റ് ഈസ് എ കോഡേറ്റ് while all others are non-codates. Then B, flying fish, angel fish, sawfish, fighting fish. ഇതിൽ സോഫിഷ് എന്ന് പറയുന്നത് പ്രിസ്റ്റിസ് എന്ന് പറയും. അതിൽ പ്രിസ്റ്റിസ് മാത്രം കോൺട്രിക്റ്റീസിൽ വരുന്നതും ബാക്കിയെല്ലാം ഓസ്റ്റിക്റ്റീസുമാണ്. അതായത് പ്രിസ്റ്റിസ് മാത്രം കാർട്ടിലേജിനസ് ഫിഷും ബാക്കിയെല്ലാം ബോണി ഫിഷസുമാണ്. സി ലില്ലി, സി കുക്കുംബർ, സി ഹെയർ ആൻഡ്
സീ അർച്ചിൻ. അപ്പോൾ സീ ലില്ലി, സീ കുക്കുംബർ, സീ ഹെയർ ആൻഡ് സീ അർച്ചിൻ. അതിൽ സീ ഹെയർ മാത്രം മൊളസ്കനും ബാക്കിയെല്ലാം എക്കൈനോഡെർമേറ്റയുമാണ്. ഇനി 19th ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ ഓർഗാനിസം. ഇത് സീ ഹോഴ്സ് ആണ്. നെയിം ദ ക്ലാസ് ഇൻ വിച്ച് ഇറ്റ് ബിലോങ്സ് ടു ദ ക്ലാസ് ഓസ്റ്റിക്തീസ്. ഇനി 2 സാലിയൻ ഫീച്ചേഴ്സ് അത് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇനി റിലേഷൻഷിപ്പ് നോക്കി ഫില്ല് ചെയ്ത ബ്ലാങ്ക്സ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. സീലൻട്രേറ്റ് റേഡിയൽ സിമെട്രി, പ്ലാറ്റിഹെൽമിന്തസ് ബൈലാറ്ററൽ സിമെട്രി. ലിസാർഡ് പോയിക്ലോതേംസ്, ക്രോ. ലിസാർഡ് പോയിക്ലോതേംസ് ആണ് അല്ലെങ്കിൽ കോൾഡ് ബ്ലഡഡ് ആണ്. ക്രോ എന്ന് പറയുന്നത് വാം ബ്ലഡഡ് അല്ലെങ്കിൽ ഹോമിയോതേംസ്. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആനിമൽ എക്സിബിറ്റ് മെറ്റാജനസിസ്? Ascaris, Obelia, earthworm, crab. Metagenesis exhibited by the organism belongs to the phylum Coelenterata. Here the Coelenteratan phylum, a Coelenteratan member is Obelia. Then, who am I? I live in sea. 22nd question, I live in sea. Respire through gills. Excrete by proboscis gland. My body consists of proboscis, collar and trunk. Identify the phylum. ലിവ് ഇൻ സീ, റെസ്പയർ ത്രൂ ഗിൽസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ പ്രൊബോസിസ് ഗ്ലാൻഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓപ്ഷൻസ് കുറഞ്ഞു വന്നു. എവിടെ എത്തി? നമ്മുടെ ഫൈലം ഹെമികോഡേറ്റയിൽ ചുരുങ്ങി. പിന്നെ ബോഡി കൺസ് ഓഫ് പ്രൊബോസിസ്, കോളർ ആൻഡ് ട്രങ്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ എക്സാമ്പിൾ ബലനോഗ്ലോസസ്, സാക്കോഗ്ലോസസ് ആണ്. അതിൽ ഏത് വേണമെങ്കിലും. 23rd ക്വസ്റ്റ്യൻ, ഫ്രം എ ഫിഷ് മാർക്കറ്റ് യു ഗോട്ട് എ ഫിഷ്. കാർട്ടിലേജിനസ് ഫിഷസ് ആണെന്ന് മനസ്സിലായി. എങ്ങനെയാണ് കാർട്ടിലേജിനസ് ഫിഷ് എന്ന് മനസ്സിലായത്? നെയിം ദ ക്ലാസ്. കാർട്ടിലേജിനസ് ഫിഷസിൻ്റെ ക്യാരക്ടേഴ്സ് നമ്മൾ പറഞ്ഞതാണ്. ക്ലാസ് ഏതാണ് കാർട്ടിലേജിനസ് ഫിഷസിൻ്റെ ക്ലാസ്? കോൺട്രിക്റ്റീവ്സ്. 24th ക്വസ്റ്റ്യൻ, നോട്ട് ദ റിലേഷൻഷിപ്പ് ഇൻ ദ ഫസ്റ്റ് പെയർ ആൻഡ് കംപ്ലീറ്റ് ദ സെക്കൻഡ് പെയർ. ഓക്കെ, ഫാഷ്യോള, ലിവർ ഫ്ലൂക്ക് കോമൺ നെയിം ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ടീനിയയുടെ കോമൺ നെയിം ടേപ്പ് വേം. ദെൻ 25th ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ ആൻഡ് ജസ്റ്റിഫൈ യുവർ ആൻസർ. സോഫിഷ്, jellyfish, flying fish, angel fish, dog fish. അപ്പോൾ സോഫിഷ് എന്ന് പറഞ്ഞാൽ പ്രിസ്റ്റസ്, കോൺട്രിക്റ്റീസ്. ജെല്ലിഫിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെല്ലിഫിഷ് എന്ന് പറയുന്നതാണ് നമ്മുടെ സീലൻട്രേറ്റ്. ഫ്ലൈയിങ് ഫിഷ്, എക്സോസീറ്റസ് എന്ന് പറയുന്നത് ഓസ്റ്റിക്തീസ്. ഏഞ്ചൽ ഫിഷ്, ഓസ്റ്റിക്തീസ്. ആൻഡ് ഡോഗ് ഫിഷ്, കോൺട്രിക്റ്റീസ്. അപ്പോൾ ഓഡ് വൺ ചോദിക്കുമ്പോൾ ഇവിടെ ജെല്ലി ഫിഷാണ് ഓഡ് വൺ. കാരണം ബാക്കിയെല്ലാം ക്ലാസ് പിസസിൽ പെടുന്നതും ജെല്ലി ഫിഷ് മാത്രം ഇൻവേർട്ടിബ്രേറ്റ്സിൽ പെടുന്നതാണ്. ദെൻ 25th തന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ഓഫ് സർട്ടൺ ആനിമൽസ് ആർ ഗിവൺ ബിലോ. റൈറ്റ് ദ ഫൈലം. പൈലയുടെ ഫൈലം മൊളസ്ക. പ്ലൂറോബ്രാക്കിയ, അതിൻ്റെ ഫൈലം ടിനോഫോറ. നീറീസിൻ്റെ ഫൈലം അനലിഡ. ബലനോഗ്ലോസസിൻ്റെ ഫൈലം ഹെമികോഡേറ്റ. ദെൻ 26th ക്വസ്റ്റ്യൻ, ഈ ഡയഗ്രാം എപ്പോഴും ചോദിക്കാറുണ്ട്. ലേബൽ ചെയ്യാൻ. ഐഡൻറ്റിഫൈ ദ ഫൈലം. കോഡേറ്റ് ആണ്. ലേബൽ ചെയ്യുക. നോട്ടോകോഡ്, ഡോസൽ നെർവ് കോഡ്, ഫാരഞ്ചൽ, ഗിൽ സ്ലിറ്റ്സ് അതൊക്കെയാണ് ലേബൽ ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പോൾ എ എന്ന് പറയുന്നത് ഡോസൽ ഹോളോ നെർവ് കോഡാണ്. പോയിൻ്റ് ഔട്ട് എനി 3 ഫണ്ടമെൻ്റൽ ക്യാരക്ടേഴ്സ്. ഞാൻ പറഞ്ഞു ഡോസൽ ഹോളോ നെർവ് കോഡ്, നോട്ടോകോഡ്, ദെൻ ഫാരഞ്ചൽ, ഗിൽ സ്ലിറ്റ്സ്, ഹാർട്ടസ് വെൻട്രൽ, പോസ്റ്റേനൽ പാർട്ട്. ഇതൊക്കെ ഫങ്ഷൻസ് ക്യാരക്ടേഴ്സാണ്. ദെൻ നോട്ട് ദ റിലേഷൻഷിപ്പ്. അപ്പോൾ ഓസ്റ്റിക്തീസിൽ കാണുന്നത് സൈക്ലോയിഡ് സ്കെയിൽസ് ആണ്. അങ്ങനെയാണെങ്കിൽ കോൺട്രിക്റ്റീസിൽ കാണുന്നത് ഏതാണ്? കോൺട്രിക്റ്റീസിലെ പ്ലക്കോയിഡ് സ്കെയിൽസ് ആണ്. ഓസ്റ്റിക്തീസിലെ ഏത് സൈക്ലോയിഡ് ഓർ ടീനോയിഡ്. 28th ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ ഫോളോയിങ് ടേംസ് അണ്ടർ 2 headings based on symmetry. ആർത്രോപോഡ്സ്, ടീനോഫോഴ്സ്, മൊളസ്ക്, സീലൻട്രേറ്റ്സ്. അപ്പം നമുക്ക് 2 സിമെട്രി ആയിട്ട് തിരിക്കാം. ഏതൊക്കെയാണ്? റേഡിയൽ സിമെട്രി ആൻഡ് ബൈലാറ്ററൽ സിമെട്രി. ബൈലാറ്ററൽ സിമെട്രിയിൽ വരുന്നത് ആർത്രോപോഡ്സ് പിന്നെ മൊളസ്ക്. റേഡിയൽ സിമെട്രിയിൽ വരുന്നത് സീലൻട്രേറ്റ്സ് ആൻഡ് ടീനോഫോറൻസ്. Then 29th question, a table showing examples of vertebrate are given below. Some examples are wrongly given. നോക്കാൻ. ഇപ്പോൾ പിസസിൽ വരുന്നത് ഡോഗ് ഫിഷിനും ബ്ലൂ വെയിലിനും തന്നിട്ടുണ്ട്. അത് തെറ്റാണ്. ബ്ലൂ വെയിലാണ് ഇവിടുത്തെ തെറ്റായിട്ടുള്ള ആൾ. കാരണം പിസസിൽ വരുന്നത് ബ്ലൂ വെയിൽ എന്ന് പറയുന്ന മമേലിയയിലാണ്. ദെൻ ആംഫീബിയയിൽ ഫ്രോഗും റോഹുവും തന്നിട്ടുണ്ട്. ഫ്രോഗ് ആംഫീബിയനാണ്, റോഹു ഫിഷാണ്.
റപ്റ്റീലിയയിൽ വൾച്ചറും ടോർട്ടിസും തന്നിട്ടുണ്ട്. വൾച്ചർ ഏവ്സിൽ വരുന്നതാണ്, അല്ലെങ്കിൽ ബേർഡാണ്. ടോർട്ടിസ് എന്ന് പറയുന്നത് റപ്റ്റൈലാണ്. ദെൻ ഏവ്സിൽ പെൻഗ്വിനും തന്നിട്ടുണ്ട്, സലമാൻഡറും തന്നിട്ടുണ്ട്. അപ്പോൾ പെൻഗ്വിൻ എന്ന് പറഞ്ഞ ഒരു ബേർഡാണ്, പക്ഷേ സലമാൻഡർ എന്ന് പറഞ്ഞാൽ അത് ആംഫീബിയനാണ്. ദെൻ മമേലിയയിൽ അലിഗേറ്ററും തന്നിട്ടുണ്ട്, ഫ്ലൈയിങ് ഫോക്സ് തന്നിട്ടുണ്ട്. അപ്പോൾ അലിഗേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു റപ്റ്റൈലാണ്. ഫ്ലൈയിങ് ഫോക്സ് എന്ന് പറഞ്ഞാൽ ടിറോപ്പസ്, അതായത് ബാറ്റാണ് ഫ്ലൈയിങ് ഫോക്സ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ എല്ലാ കോളത്തിലും തെറ്റുണ്ട്, അത് തിരുത്തുക. ദെൻ 30th question. Which of the above mentioned class is characterized by the presence of pneumatic bone? ന്യൂമാറ്റിക് ബോൺ എന്ന് കണ്ടാൽ ഉടനെ തന്നെ മനസ്സിലാക്കുക ക്ലാസ് ഏയൂസ് അല്ലെങ്കിൽ ബേർഡ്സ് ആണ് ന്യൂമാറ്റിക് ബോൺസ് ഉള്ളവർ. ഹോളോ ബോൺസ് വിത്ത് എയർ ക്യാവിറ്റീസ്. 30th question. Find out the pseudocoelomate animal. നമുക്കറിയാം സ്യൂഡോസീലോമേറ്റ് ആനിമൽ ആകെ ഒരു ഫൈലമേ ഉള്ളൂ, ആഷെൽമെന്തസ്. അപ്പോൾ ആഷെൽമെന്തസിൽ പെട്ട ഓർഗാനിസം ഏതാണെന്ന് നോക്കണം. ടേപ്പ് വർം ബിലോങ് ടു പ്ലാറ്റിഹെൽമെന്തസ്. ഹുക്ക് വർം ബിലോങ് ടു ആഷെൽമെന്തസ്. എർത്ത് വർം ബിലോങ് ടു അനലിഡ ആൻഡ് ഹണി ബി ബിലോങ് ടു ആർത്രോപോഡ. അപ്പോൾ ഹുക്ക് വർം ഇസ് ദ ആൻസർ. ദെൻ 31st question. സീ ഹോസ് ആണ് ഓർഗാനിസം. അത് നമ്മൾ ക്യാരക്ടറൊക്കെ പറഞ്ഞതാണ്. ഓസ്റ്റിക്ടീസ് ആണ്, ഓസ്റ്റിക്ടീസിൻ്റെ ക്യാരക്ടേഴ്സ് പറഞ്ഞതാണ്. ദെൻ 32nd question. ക്ലാസിഫൈ ദ ഓർഗാനിസം ഇൻ ടു പോയിക്ലോതേംസ് ആൻഡ് ഹോമിയോതേംസ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ബേർഡ്സ് ആൻഡ് മാമൽസ് ആർ ഹോമിയോതേംസ്, വൈൽ ഫിഷസ്, ആംഫീബിയൻസ് ആൻഡ് റെപ്റ്റൈൽസ് ആർ പോയിക്ലോതേംസ്. അങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യും. റാറ്റ് ഹോമിയോതേമാണ്, ഫ്രോഗ് പോയിക്ലോതേമാണ്, ഡോഗ് ഫിഷ് എന്ന് പറഞ്ഞാൽ അതൊരു ഫിഷാണല്ലോ, ഷാർക്കാണ്, ഇറ്റ് ഇസ് ഓൾസോ എ പോയിക്ലോതേം, ആൻഡ് ഓസ്ട്രിച്ച് ഇസ് എ ഹോമിയോതേം. റാറ്റ് ആൻഡ് ഓസ്ട്രിച്ച് ആർ ഹോമിയോതേംസ്, വൈൽ അതർ ടു ബിലോങ്സ് ടു poikilotherium organisms. Then define the term poikilotherm and homeotherm. Poikilothermous means organisms which cannot maintain a constant body temperature are called poikilotherms. Organisms which can maintain a constant body temperature are called homeotherms. Then 33rd question. ഒരു ക്രാബിൻ്റെ ഡയഗ്രാം തന്നിട്ടുണ്ട്. സിമെട്രി ഏതാണ്? ടെക്സ്റ്റിലുള്ള സെയിം ഡയഗ്രമാണ്. സിമെട്രി ഈസ് ബൈലാറ്ററൽ സിമെട്രി. ദെൻ 34th question. Two characters of an invertebrate animal are given. Identify the phylum and write the role of malpighian tubule. ജോയിൻറ്റഡ് അപ്പൻഡേജസും മാൽപീജിയൻ ട്യൂബ്യൂൾസ് ഉള്ളത് ഫൈലം ഏത്? നമുക്കറിയാം ജോയിൻറ്റഡ് അപ്പൻഡേജസ് എന്ന് കേട്ടാൽ ഉടനെ ഓർക്കുക ആർത്രോപോഡ. Arthropods have excretory structures called malpighian tubules. Then 35th question. ടെക്സ്റ്റിലുള്ള സെയിം ഡയഗ്രമാണ് വേർട്ടിബ്രേറ്റ് ക്ലാസിഫിക്കേഷൻ. അത് അതുപോലെ തന്നെ എഴുതുക. ഓസ്റ്റിക്ടീസ് കോൺട്രക്ടീസ് കമ്പയർ ചെയ്യാൻ കണ്ടല്ലോ അല്ലേ, അത് എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ്. ദെൻ 36th question. മാച്ച് ദ ഐറ്റംസ് ബി ആൻഡ് സി വിത്ത് എ. കറക്റ്റായിട്ട് ബിയും സിയും എയുമായിട്ട് മാച്ച് ചെയ്യാൻ. പിസസ് എന്ന് പറയുന്ന ക്ലാസിൻ്റെ കോമൺ എക്സാമ്പിൾ പിസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫിഷാണ്. അപ്പോൾ എൻ്റെ എക്സാമ്പിൾ സ്കൂളിയോഡോണാണ്, അല്ലെങ്കിൽ ഷാർക്ക്. ദെൻ അവരുടെ ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസൻസ് ഓഫ് 2 chambered heart. ഫിഷസ് ഹാവ് 2 chambered heart. ദാറ്റ് ഇസ് ആൻസർ. ദെൻ മമേലിയ, അതിന് എക്സാമ്പിൾ ഫെലിസ് ആണ്. ഫെലിസ് ക്യാറ്റ്. മമേലിയയുടെ ക്യാരക്ടറാണ് പ്രസൻസ് ഓഫ് ഹെയർ. ദെൻ ആർത്രോപോഡ, ഏഡിസ് ഈജിപ്റ്റി, കൊതുക്. അവരുടെ ക്യാരക്ടർ ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം. ദെൻ അടുത്തത് തന്നിട്ടില്ല. അടുത്തത് ലീച്ചിൻ്റെ ഫൈലമാണ് ചോദിച്ചിരിക്കുന്നത്. അനലിഡ, പ്രസൻസ് ഓഫ് നെഫ്രീഡിയ. 37th question. ഫീച്ചർ തന്നിട്ടുണ്ട്, ഒരു ഫൈലത്തിൻ്റെ ഫീച്ചർ തന്നിട്ടുണ്ട്. ഐഡൻറ്റിഫൈ ദ ഫൈലം ആൻഡ് റൈറ്റ് ദ എക്സാമ്പിൾ. ബോഡി ഈസ് കവേർഡ് ബൈ സ്കെയിൽസ്. ഹാർട്ട് ഇസ് 3 or 4 chambered. റെസ്പയർ ത്രൂ ലങ്സ്. ഈ ക്യാരക്ടേഴ്സ് വരുന്ന ഫൈലം ഏത്, അല്ലെങ്കിൽ ക്ലാസ് ഏത്? സ്കെയിൽസ് എന്ന് പറയുമ്പോൾ തന്നെ ഒന്നുകിൽ ഫിഷസ് അല്ലെങ്കിൽ റെപ്റ്റൈൽസ്. ഇനി ഹാർട്ട് ഇസ് 3 or 4 chambered, അപ്പോൾ നമുക്ക് തീരുമാനമായി റെപ്റ്റൈലാണ്, ക്ലാസ് റെപ്റ്റീലിയ, ആൻഡ് റെസ്പയർ ത്രൂ ലങ്സ്. ദെൻ നെക്സ്റ്റ്, ദേ ആർ എക്സ്ക്ലൂസീവ്ലി മറൈൻ, commonly called sea walnuts and show bioluminescence.
ബയോലുമിനസൻസ് എന്നുള്ള പ്രോപ്പർട്ടി കാണിക്കുന്ന കുറേ ഓർഗാനിസംസ് ഉണ്ട്. പക്ഷെ നമ്മൾ നോട്ടീസബിളി ഒരു ഫൈലമാണ് പഠിച്ചത്. ദാറ്റ് ഈസ് ഫൈലം ടീനോഫോറ. എക്സാമ്പിൾ ടീനോപ്ലേന ഓർ പ്ലൂറോബ്രാക്കിയ. Among the different phylum of animals, dash have pseudocoelom. Pseudocoelomates ഒരാൾ മാത്രമേ ഉള്ളൂ. That is Aschelminthus. Then categorized under radial and bilateral symmetry. Radial symmetry is shown by Physalia and Adamsia. Both belongs to Coelenterata. And bilateral symmetry is shown by tapeworm and Fasciola belonging to phylum Platyhelminthes. Next, 40th question. Characters of marine invertebrate is given below. ഒരു മറൈൻ ഇൻവേർട്ടിബ്രേറ്റിൻ്റെ ക്യാരക്ടർ തന്നിരിക്കുകയാണ്. ഐഡൻറ്റിഫൈ ദ ഫൈലം. സ്പൈനി സ്കിൻ ബോഡി ആൻഡ് പ്രസൻസ് ഓഫ് വാട്ടർ വാസ്കുലർ സിസ്റ്റം. നമുക്കറിയാം ഈ രണ്ട് ക്യാരക്ടറും ഫൈലം ഇക്കൈനോഡർമേറ്റയുടെ പെക്യൂലിയർ ക്യാരക്ടേഴ്സാണ്. വാട്ടർ വാസ്കുലർ സിസ്റ്റം ആൻഡ് സ്പൈനി സ്കിൻ. They are called echinodermata because of the presence of spiny skinned body. Next, identify the cell. അത് ഞാൻ പറഞ്ഞതാണ്, അതിൻ്റെ ഫങ്ഷനും പറഞ്ഞതാണ്. നെക്സ്റ്റ് വൺ കോൺട്രക്റ്റീസ് ഓസ്റ്റിക്റ്റീസ് ആണ്. സ്കോളിയോഡോൺ എന്ന് പറഞ്ഞ കോൺട്രക്റ്റീസും എക്സോസീറ്റസ് ഓസ്റ്റിക്റ്റീസും ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ അത് നമ്മൾ പറഞ്ഞതാണ്. പിന്നെ ഫൈലം ഇൻക്ലൂഡിങ് കോം ജെല്ലീസ്, സീ വാൽനട്ട്സ്, അത് ബയോലൂമിസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീനോഫോറയാണ്, അത് നമ്മൾ കണ്ടതാണ്. Then fill in the blanks. 44 question. Osteichthyes cycloid scales, Chondrichthyes placoid scales. Osteichthyes cycloid ആവാം or ctenoid. Then 45. Name the phyla in which the following cells or structures or organs are present. Radula is present in molluscans. Nidoblast is present in Cnidarians. Pneumatic bone ആണ്, pneumatic 1 അല്ല, pneumatic bone. It is present in class Eus. And proboscis gland is present in phylum Hemichordata. Then 46 question. Again നമുക്ക് ഡയഗ്രാം തന്നിരിക്കുകയാണ്. ഐഡൻറ്റിഫൈ ദ ഫൈലം. It is Chordata and mention salient features that we have already discussed. 47th question. Characters തന്നിട്ടുണ്ട്. എന്നിട്ട് select the flight adaptations of birds. മോയിസ്റ്റ് സ്കിൻ, ബേർഡ്സിൻ്റെ ഫ്ലൈറ്റ് അഡാപ്റ്റേഷനാണ് ചോദിച്ചിരുന്നത്. ബേർഡ്സിൻ്റെ സ്കിൻ മോയിസ്റ്റ് ആണോ? അല്ല. ഹുക്സ് ആൻഡ് മോയിസ്റ്റ് സ്കിൻ ആംഫീബിയൻ ക്യാരക്ടറാണ്. ഹുക്സ് ആൻഡ് സക്കേഴ്സ് അത് അഡാപ്റ്റേഷനാണ്, പക്ഷെ പാരസിറ്റിക് അഡാപ്റ്റേഷനാണ്. ന്യൂമാറ്റിക് ബോൺ, ദാറ്റ് ഈസ് എ ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻ ഓഫ് ബേർഡ്സ്. ഡ്രൈ ആൻഡ് നോൺ ഗ്ലാൻഡുലാർ സ്കിൻ, ദെൻ മെറ്റാമറിസം. ഡ്രൈ ആൻഡ് നോൺ ഗ്ലാൻഡുലാർ സ്കിന്നും ഒരു ഏവിയൻ ക്യാരക്ടറാണ്. മെറ്റാമറിസം ഏവിയൻ ക്യാരക്ടർ നമുക്ക് ടിപ്പിക്കലി പറയാൻ പറ്റില്ല. ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ന്യൂമാറ്റിക് ബോൺസും ഡ്രൈ ആൻഡ് നോൺ ഗ്ലാൻഡുലാർ സ്കിന്നുമാണ്. സെലക്ട് ദ ആംഫീബിയസ് അഡാപ്റ്റേഷൻ ഓഫ് ബേർഡ്സ്. ആ ക്വസ്റ്റ്യൻ എന്തോ ഒരു പ്രശ്നമുണ്ട്. ആംഫീബിയസ് അഡാപ്റ്റേഷൻ ബേർഡ്സിനല്ലോ കാണാം. ദെൻ 48th question. A and B തന്നിട്ടുണ്ട്. Assign the following features of the animal given in the column A to the most appropriate animal phylum in the B. അപ്പോൾ രണ്ടിനും തമ്മിൽ മാച്ച് ചെയ്യാനാണ്. എ എന്ന് പറയുന്ന ക്യാരക്ടറും ബി എന്ന് പറയുന്നത് ഫൈലും. അപ്പോൾ എ മെറ്റാമറിസം കാണിക്കുന്ന ഏറ്റവും ടിപ്പിക്കലി കാണിക്കുന്നത് അനലിഡൻസ് ആണ്. സ്പൈനി എക്സോസ്കെലട്ടൺ അത് കാണിക്കുന്നത് എക്കൈനോഡർമേറ്റ. ആൻഡ് കോംപ്ലേറ്റ്സ് ടീനോഫോറ, ഫ്ലെയിം സെൽസ് അനലിഡ. ദെൻ പിന്നെയും കോഡേറ്റ് ക്യാരക്ടറാണ് തന്നിരിക്കുന്നത്, ലേബൽ ചെയ്യാൻ. അത് നമ്മൾ പറഞ്ഞതാണ്. 50th question. ഡിഫറൻഷ്യേറ്റ് കോഡേറ്റ്സ് ആൻഡ് നോൺ കോഡേറ്റ്സ് അത് നമ്മൾ പറഞ്ഞതാണ്. ടെക്സ്റ്റിലെ ആ ടേബിൾ അതുപോലെ പഠിക്കുക. ദെൻ 50th question. Prawns and insects are included in the phylum Arthropoda while they have different habit and habitat. ഫൈലം ആർത്രോപോഡ എന്ന് പറയുന്നത് ഏറ്റവും ലാർജസ്റ്റ് ഫൈലമാണ്. പ്രോൺസും ഇൻസെക്ട്സും എന്ന് പറഞ്ഞാൽ അക്വാട്ടിക് ഇൻസെക്ട്സും ഉണ്ട്, ടെറസ്ട്രിയലും ഉണ്ട്. അപ്പോൾ പ്രോൺസ് എന്ന് പറഞ്ഞാൽ ടിപ്പിക്കലി അക്വാട്ടിക്കാണ്. അപ്പോൾ അവർ രണ്ടുപേരും ഫൈലം ആർത്രോപോഡയിലാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ എന്നാലും അവർക്ക് ഫൈലം ആർത്രോപോഡ എന്ന് പറഞ്ഞാൽ ഏറ്റവും ലാർജസ്റ്റ് ഫൈലമാണ്. അതിൻ്റെ കാരണമാണ് പറയുന്നത്. അപ്പോൾ ആ ഫൈലം ആർത്രോപോഡയിൽ ഇഷ്ടംപോലെ ഓർഗാനിസംസ് ഉണ്ട്. ഈ
പല ഓർഗാനിസംസിനും അവരുടെ ഹാബിറ്റാറ്റിനോട് അഡാപ്റ്റഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണുള്ളത്. ഫോർ എക്സാമ്പിൾ, എക്സ്ക്രീറ്ററി സ്ട്രക്ചർ ഓഫ് ഇൻസെക്ട്സ് ഇസ് മാൽപീജിയൻ ട്യൂബ്യൂൾ, വൈൽ പ്രോൺസ് ഇസ് ഗ്രീൻ ഗ്ലാൻസ്. അതുപോലെ റെസ്പിറേറ്ററി സ്ട്രക്ചർ, പ്രോൺസിൻ്റെ ഗിൽസ് ആയിരിക്കും, ഇൻസെക്ട്സിൻ്റെ ആണെങ്കിൽ ട്രക്കിയൽ ഓപ്പണിങ്സ്, സ്പൈറക്കിൾസ്, ട്രക്കിയ ആയിരിക്കും. അപ്പോൾ അങ്ങനെ അവർ ഡിഫറെൻറ്റ് ഹാബിറ്റാറ്റിൽ ജീവിക്കുകയാണെങ്കിലും അവർക്ക് അതിനോടനുസരിച്ചുള്ള അഡാപ്റ്റേഷൻസ് ഉണ്ട്. പക്ഷേ അവർ രണ്ടുപേരും ഒരേ ഫൈലമാണ്. കാരണം ദേ ഹാവ് ജോയിൻറ്റഡ് അപ്പൻഡേജസ്, കൈറ്റിനസ് എക്സോസ്കെലട്ടൺ, അങ്ങനെ കുറേ കോമൺ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് അവർ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ കോമൺ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാവുന്ന കൈറ്റിനസ് എക്സോസ്കെലട്ടൺ, അതുപോലെ തന്നെ ജോയിൻറ്റഡ് അപ്പൻഡേജസ് ഒക്കെ. എന്നാൽ ഓരോ സാഹചര്യത്തിൽ അഡാപ്റ്റ് ചെയ്യാനുള്ള ക്യാരക്ടേഴ്സും അവർക്കുണ്ട്. Then 51 again chondrichthyes and osteichthyes. Then 52 ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻ ഒന്നാമത്തത് ന്യൂമാറ്റിക് ബോൺസ്, 2 forelimbs modified into wings, then presence of additional air cavities or air chambers in lungs, then streamlined body, അതുപോലെ അവരുടെ ഡ്രൈ ആയിട്ടുള്ള നോൺ ഗ്ലാൻഡുലർ സ്കിൻ ആയിരിക്കും. ഇതൊക്കെയാണ് അവരുടെ ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻസ്. ദെൻ all vertebrates are chordates. 53 all vertebrates are chordates, but all chordates are not vertebrates. That also we have already discussed. Then 54th question, find the relationship between the first pair and fill in the blank. Salamander, amphibia. അപ്പോൾ ക്ലാസ് ആണ് ചോദിച്ചിരിക്കുന്നത്. Salamander belongs to the class amphibia, while chameleon belongs to the class reptilia. Then കുറേ ആനിമൽസിൻ്റെ പേര് തന്നിട്ടുണ്ട്. ഐഡൻറ്റിഫൈ ദ ഫൈലം ഓഫ് ഈച്ച് ആനിമൽ ആൻഡ് സെലക്ട് ദ ഡിസ്റ്റിങ്യൂഷിങ് ക്യാരക്ടർ. അപ്പോൾ ഓരോ തന്നിരിക്കുന്ന എക്സാമ്പിളിൽ നിന്നും അതിൻ്റെ ഫൈലവും ക്യാരക്ടറും കണ്ടുപിടിക്കുക. ബലനോഗ്ലോസസ് ആണ് ഫസ്റ്റ് തന്നിരിക്കുന്ന എക്സാമ്പിൾ. ബലനോഗ്ലോസസ് ബിലോങ്സ് ടു ദ ഫൈലം ഹെമികോഡേറ്റ. ഹെമികോഡേറ്റയുടെ ക്യാരക്ടർ പ്രസൻസ് ഓഫ് പ്രൊബോസസ് ഗ്ലാൻഡ്. ദെൻ പൈല ബിലോങ്സ് ടു ദ ഫൈലം മൊളസ്ക. അവരുടെ ക്യാരക്ടർ റാഡുല. Then tapeworm belongs to the belongs to the phylum Platyhelminthes. അവരുടെ ക്യാരക്ടർ ഫ്ലെയിം സെൽ. Then Physalia belongs to the phylum Coelenterata. Coelenteratയുടെ ക്യാരക്ടർ presence of nidocyte. Then 56 again all vertebrates are chordates. 57 റെസ്പോൺസിബിൾ നെയിം ദ ഡിസ്റ്റിങ്റ്റീവ് ക്യാരക്ടർ. അത് നമ്മൾ പറഞ്ഞതാണ്. നിഡേറിയൻസിന് നിഡോബ്ലാസ്റ്റ്, ആർത്രോപോഡയ്ക്ക് ജോയിൻറ്റഡ് അപ്പൻഡേജസ്. അതായത് ഓരോ ഫൈലത്തിനും ആ പേര് വരാനുള്ള ക്യാരക്ടർ എന്താണെന്ന്. നിഡേറിയയ്ക്ക് പ്രസൻസ് ഓഫ് നിഡോബ്ലാസ്റ്റ്, ആർത്രോപോഡ പ്രസൻസ് ഓഫ് ജോയിൻറ്റഡ് അപ്പൻഡേജസ്, പോറിഫറ ദേ ആർ പോർ ബെയറിംഗ് ഓർഗാനിസംസ്, അനലിഡ റിംഗ് ലൈക്ക് ബോഡി അല്ലെങ്കിൽ അനുലൈ സെഗ്മെൻറ്റഡ് ബോഡി, കോഡേറ്റ നോട്ടോകോഡ്, ടിനോഫോറ ടീനിയ അല്ലെങ്കിൽ കോംപ്ലേറ്റ്സ്. Then 58th question, distinguish chordate and non-chordate ആണ് ക്വസ്റ്റ്യൻ. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അത് ആ ടേബിൾ പഠിക്കുക. Then 59th question, observing starfish in a marine aquarium, your friend commented that it is a lower invertebrate without distinct head, eyes and legs. Do you agree with him? Evaluate with reasons. ശരിയാണ്. കാരണം starfish belongs to the phylum Echinodermata. Echinodermatയിൽ they are typically marine. അതുപോലെ അവർ ഇൻവേർട്ടിബ്രേറ്റ് ആണ്. അവർക്ക് ഹെഡ്, ഐസ്, ലെഗ്സ് എന്ന് പറയുന്നൊന്നുമില്ല. അവർക്ക് ആംസ് ഉള്ളൂ, 5 റേഡിയൽ ആംസേ ഉള്ളൂ. അപ്പോൾ ആ ഇവാലുവേഷൻ ഇസ് കറക്റ്റ്. ദെൻ 60th ക്വസ്റ്റ്യൻ, കുറേ കീ ക്യാരക്ടേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ എക്സാമ്പിൾസ് എഴുതാൻ, ഈ ക്ലാസ് കണ്ടുപിടിച്ച എക്സാമ്പിൾ എഴുതാൻ. സർക്കുലർ ആൻഡ് സക്കിംഗ് മൗത്ത് വിത്തൗട്ട് ജോസ്. സർക്കുലർ ആൻഡ് സക്കിംഗ് മൗത്ത് സർക്കുലർ ആയിരിക്കും, അതുപോലെ സക്കിംഗ് ആയിരിക്കും. ഫിഷ് ലൈക്ക് ബോഡി വിത്തൗട്ട് സ്കെയിൽസ് ആൻഡ് പ്രിപ്പയർഡ് ഫിൻ. അപ്പോൾ ക്ലാസ്സസ് സൈക്ലോസ്റ്റൊമേറ്റ, അതാണ് ക്ലാസ് എന്ന് പറയുന്നത്. ലാംപ്രേ അതൊക്കെയാണ് എക്സാമ്പിൾ വരുന്നത്. സൈക്ലോസ്റ്റൊമേറ്റയാണ്. ഹാക്ക് ഫിഷ്. Then 61, frogs, salamanders, tortoise and crocodiles are seen in both water and land.
but they are classified into two different classes of the phylum Vertebrata. Evaluate this classification comparing the salient features of each class. ഇപ്പോൾ ഫ്രോഗും സലമാൻഡറും ടോർട്ടിസും ക്രോക്കഡൈലും ഒക്കെ വാട്ടറിലും കാണും, ലാൻഡിലും കാണും. ഫ്രോഗും സലമാൻഡറും അംഫീബിയസ് ആണ്, ടോർട്ടിസും ക്രോക്കഡൈലും റപ്റ്റൈലാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? ഫ്രോഗിനും സലമാൻഡറിനും ഒരു ടിപ്പിക്കൽ വെള്ളവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന എല്ലാ സ്ട്രക്ചേഴ്സുമാണുള്ളത്. അതായത് അവർക്ക് ഫ്രോഗിനൊക്കെ ആണെങ്കിൽ ഇപ്പോൾ റെസ്പിറേഷൻ സ്കിന്നിൽ കൂടി, ബക്കൽ ക്യാവിറ്റി കൂടി ഒക്കെയാണ് റെസ്പിറേഷൻ കൂടുതലായിട്ട് നടക്കുന്നത്. പിന്നെ ദേ ആർ ഓൾസോ കേപ്പബിൾ ഓഫ് പൾമണറി റെസ്പിറേഷൻ. അതുപോലെ അവരുടെ സ്കിന്ന് പറഞ്ഞാൽ ഭയങ്കര മോയിസ്റ്റ് ആയിരിക്കും. അതേസമയം ടോർട്ടിസ് ക്രോക്കഡൈൽസിൻ്റെയൊക്കെ സ്കിൻ ഡ്രൈ ആയിരിക്കും. അവർക്ക് കൂടുതൽ ടെറസ്ട്രിയൽ അഡാപ്റ്റേഷനാണുള്ളത്. അതുപോലെ അവരുടെ ബോഡി ഈസ് കവേർഡ് ബൈ സ്കെയിൽസ് അല്ലെങ്കിൽ സ്ക്യൂട്സ്. അതൊന്നും ഫ്രോഗിനും സലമാൻഡറിനും ഉണ്ടാവില്ല. അതുപോലെ അവരുടെ കൂടുതൽ അവർ അഡാപ്റ്റ് ചെയ്തിരിക്കുന്നത് ലാൻഡ് ടെറസ്ട്രിയൽ മോഡ് ഓഫ് ലിവിങ്ങിനാണ്. അവരുടെ ലങ്സാണ് റെസ്പിറേഷനൊക്കെ സഹായിക്കുന്നത്. അപ്പോൾ ആ ക്ലാസിഫിക്കേഷൻ ശരിയാണ് എന്ന് ഈ കാരണങ്ങളാൽ എഴുതുകയാണ് വേണ്ടത്. Then 62, pick out the acoelomate organism from the following. acoelomate ആരാന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. റൗണ്ട് വേം, ഹുക്ക് വേം, ഫൈലേറിയൽ വേം, ടേപ്പ് വേം. ഇതിൽ റൗണ്ട് വേം, ഹുക്ക് വേം, ഫൈലേറിയൽ വേം ഇതൊക്കെ ആഷൽമെന്തസിലാണ് വരുന്നത്. ആൻഡ് acoelomate animal is tapeworm. Tapeworm belongs to the phylum Platyhelminthes. അതിൻ്റെ മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ പാരസിറ്റിക് മോഡ് ഓഫ് ന്യൂട്രീഷനാണ്. വാട്ട് ഈസ് ദ സീലോമിക് കണ്ടീഷൻ ഓഫ് അതർ ഓർഗാനിസംസ്? അതർ ഓർഗാനിസംസ് ഷോ pseudocoelomates. Then 63, ഒരു സീഷോർ വിസിറ്റിൽ ഒരു സ്റ്റുഡൻ്റ് ഒരു ഓർഗാനിസത്തിനെ കളക്ട് ചെയ്തു. ആ മോർഫോളജി വെച്ച് ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ദ ഓർഗാനിസംസ് ആർ റേഡിയലി സിമെട്രിക്കൽ ആൻഡ് വൺ ഓഫ് ദം ഷോസ് ബയോലൂമിനസൻസ്. ടു വിച്ച് ഫൈലം ഡസ് ദിസ് ഓർഗാനിസം ബിലോങ്സ്? അപ്പോൾ ഒരു ഓർഗാനിസം, രണ്ട് ഓർഗാനിസംസും റേഡിയലി സിമെട്രിക്കലാണ്. അതിൽ ഒരാൾ സീലാണ്, മറൈൻ ഓർഗാനിസമാണ്. അതിൽ ഒരാൾ ബയോലൂമിനസൻസ് കാണിക്കുന്നുണ്ട്. റേഡിയലി സിമെട്രിക്കലായിട്ടുള്ള മറൈനായിട്ടുള്ള ബയോലൂമിനസൻസ് കാണിക്കുന്ന ഫൈലം ഏത്? ഫൈലം ടിനോഫോറ. ഇനി അടുത്ത ഫൈലം അങ്ങനെയാണെങ്കിൽ മറ്റേ ഓർഗാനിസം ഏതായിരിക്കും? മറ്റേ ഓർഗാനിസത്തിൻ്റെ ക്യാരക്ടർ എന്താ തന്നിരിക്കുന്നത്? മറൈനായിട്ടുള്ള റേഡിയലി സിമെട്രിക്കൽ. അപ്പോൾ അതിന് ഏതൊക്കെ ഫൈലം ചാൻസ് ഉണ്ട്? പോസിബിൾ ഫൈല എന്നാണ് ചോദിച്ചിരിക്കുന്നത്, ഒരു ഫൈലമല്ല. അപ്പോൾ മറൈനായിട്ടുള്ള റേഡിയലി സിമെട്രിക്കൽ കാണിക്കുന്നത് എയ്തർ എക്കൈനോഡോമേറ്റ ഓർ സീലൻട്രേറ്റ. വിച്ച് ഡിസ്റ്റിങ്റ്റീവ് ഫീച്ചർ ഓഫ് ദിസ് ഓർഗാനിസം ഹെൽപ്പ് ടു കാറ്റഗറൈസ് ഇൻ ടു പെർട്ടിക്കുലർ ഫൈലം? അപ്പോൾ നമ്മുടെ പെർട്ടിക്കുലർ ഫൈലം കാറ്റഗറൈസ് ചെയ്യാൻ സഹായിച്ചിരിക്കുന്ന ക്യാരക്ടേഴ്സ് ഏതൊക്കെ? ആദ്യത്തെ ഫൈലം കണ്ടുപിടിക്കാൻ സഹായിച്ചത് എസെൻഷ്യലി ബയോലൂമിനസൻസ് ആൻഡ് റേഡിയലി സിമെട്രി. രണ്ടാമത്തെ ഫൈലം ദിസ് ഓർ ദാറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്, എക്കൈനോഡോമേറ്റ ഓർ സീലൻട്രേറ്റ. അതിന് കാരണം റേഡിയലി സിമെട്രിക്കൽ ആൻഡ് മറൈൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ദെൻ 64, സീലോമേറ്റ് ആർത്രോപോഡ, സ്യൂഡോസീലോമേറ്റ് ഏത് ഫൈലം? ആഷൽമിന്തസ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരേ ഒരു സ്യൂഡോസീലോമേറ്റ് ആഷൽമിന്തസ് ആണ്. Then, is it possible to compare the water-vascular system of phylum Echinodermata to the circulatory system of man in some aspects? Justify your answer. അതായത് എക്കൈനോഡോമേറ്റയുടെ വാട്ടർ വാസ്കുലർ സിസ്റ്റവും ഹ്യൂമൻ ബീയിങ്സിൻ്റെ സർക്കുലേറ്ററി സിസ്റ്റവും തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുമോ? പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കൈനോഡോമേറ്റയുടെ വാട്ടർ വാസ്കുലർ സിസ്റ്റത്തിൽ കൂടിയാണ് എല്ലാ ട്രാൻസ്പോർട്ട് മെക്കാനിസവും നടക്കുന്നത്. അതുപോലെ റെസ്പിറേഷൻ ഒക്കെ നടക്കുന്നത് ഈ വാട്ടർ വാസ്കുലർ സിസ്റ്റമാണ്. നമ്മുടെയും സർക്കുലേറ്ററി സിസ്റ്റമാണ് എല്ലാ ട്രാൻസ്പോർട്ടും സബ്സ്റ്റൻസിൻ്റെയും അതുപോലെ ഗേഷ്യസ് ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ ട്രാൻസ്പോർട്ടിന് സഹായിക്കുന്നു. സോ ഇറ്റ് ഈസ് കമ്പയറബിൾ. ദെൻ 66, ഓർഗാനിസം ഓഫ് ദിസ് ഫൈലം ആർ റേഡിയലി സിമെട്രിക്കൽ, ട്രിപ്ലോബ്ലാസ്റ്റിക് ആൻഡ് സീലോമേറ്റ് വിത്ത് കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം. അപ്പോൾ ഏതാണ് ഫൈലം? റേഡിയലി സിമെട്രിക്കൽ ആയിട്ടുള്ള ഫൈലം. റേഡിയലി സിമെട്രിക്കൽ ആയിട്ടുള്ള ഫൈലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ടും റേഡിയലി സിമെട്രി കാണിക്കുന്ന ആരൊക്കെയാണ്? ടീനോഫോറയൊക്കെയാണ്. ടീനോഫോറ, എക്കൈനോഡോമേറ്റ ആൻഡ് സീലൻട്രേറ്റ. ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്, സീലോമേറ്റ് ആണ്, ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് സീലൻട്രേറ്റയും ടിനോഫോറയും തള്ളിക്കളയാം. അപ്പോൾ ആരാണ് പോസിബിലിറ്റി?
ഫൈലം എക്കൈനോഡർമേറ്റ. ഇനി ഡിസ്റ്റിങ്റ്റീവ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? സ്പൈനി സ്കിൻഡ് ബോഡി, അതുപോലെ തന്നെ വാട്ടർ വാസ്കുലാർ സിസ്റ്റം എക്കൈനോഡർമേറ്റയുടെ. Then 67, find the relationship between given words and suggest the suitable word for fourth place. അനലിഡ, നെഫ്രീഡിയ. അപ്പോൾ ആർത്രോപോഡ ഏതാണ്? എക്സ്ക്രീറ്ററി സ്ട്രക്ചറാണ് ചോദിച്ചിരിക്കുന്നത്. ആർത്രോപോഡയുടെ എക്സ്ക്രീറ്ററി സ്ട്രക്ചർ മാൽപീജിയൻ ട്യൂബ്യൂൾ. ഓസ്റ്റിക്ടീസ്, സൈക്ലോയിഡ് സ്കെയിൽസ്. അപ്പോൾ കോൺട്രക്ടീസിൻ്റെ സ്കെയിൽ പ്ലക്കോയിഡ് സ്കെയിൽ. ദെൻ 68, ഒരു 2 കോളം തന്നിട്ടുണ്ട്, നമുക്കതിനെ മാച്ച് ചെയ്യാനാണ് ചോദിക്കുന്നത്. കോൾഡ് ബ്ലഡഡ് ആനിമൽസ് ഓർ പോയിക്ലോതേംസ്. വിച്ച് ആർ ദ കോൾഡ് ബ്ലഡഡ് ആനിമൽസ്? ഫിഷസ് ആൻഡ് ആംഫീബിയൻസ്. അപ്പോൾ ഇതിൽ ഫിഷസ് ആംഫീബിയൻസിൽ വരുന്നത് ഫിഷാണ്, ഷാർക്ക്. ലിവിങ് ഫോസിൽ, ലിമുലസ് ആർത്രോപോഡയിലെ. എഗ് ലേയിങ് മാമൽ, പ്ലാറ്റിപ്പസ്. ദെൻ വാട്ടർ വാസ്കുലർ സിസ്റ്റം, സീ കുക്കുംബർ, അതായത് എക്കൈനോഡർമേറ്റയിലെ. ദെൻ 69, അഗെയിൻ കോഡേറ്റ് ക്യാരക്ടറാണ്, അത് എഴുതുക, സാലിയൻ ഫീച്ചേഴ്സ്. ദെൻ 70, ഒരു ചാർട്ട് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ടേബിൾ തന്നിട്ടുണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യാനാണ്. ഫൈലം പ്ലാറ്റിഹെൽമിന്തസ്. ഡിസ്റ്റിങ്റ്റീവ് ഫീച്ചർ ഒരെണ്ണം പറയാവുന്നത് ഫ്ലാറ്റൻ ബോഡി. എക്സ്ക്രീറ്ററി ഓർഗൻ നെഫ്രീഡിയ, അല്ലെങ്കിൽ ഫ്ലെയിം സെൽസ്. എക്സ്ക്രീറ്ററി ഓർഗൻ നെഫ്രീഡിയ അല്ല, സോറി, ഫ്ലെയിം സെൽസ്. പ്ലാറ്റിഹെൽമിന്തസിൻ്റെ ഫ്ലെയിം സെൽസ്. ആർത്രോപോഡയുടെ ഡിസ്റ്റിങ്റ്റീവ് ഫീച്ചർ jointed appendages. Excretory organ, Malpighian tubule. Then body segmentation like rings, അത് annelida. Excretory organ, Nephridia. Then water vascular system കാണിക്കുന്ന excretory system absent ആയിരിക്കുന്ന ആൾക്കാർ ഫൈലം എക്കൈനോഡർമേറ്റ. അപ്പോൾ എ എന്ന് പറയുന്നത് ഫ്ലാറ്റൻ ബോഡി, ബി എന്ന് പറയുന്നത് ഫ്ലെയിം സെൽസ്, സി എന്ന് പറയുന്നത് jointed appendages, ഡി അനലിഡ, E. Nephridia, and F. Echinodermata. Then 71, again Chondrichthyes ostricthyes. 72, classify the organism below on the basis of segmentation. Segmentation അനുസരിച്ച് രണ്ടായി തിരിക്കാൻ. ട്രൂ സെഗ്മെൻറ്റേഷൻ കാണിക്കുന്നവരും ഫോൾസ് സെഗ്മെൻറ്റേഷൻ കാണിക്കുന്നവരും. ഫോൾസ് സെഗ്മെൻറ്റേഷൻ കാണിക്കുന്നത്, ട്രൂ സെഗ്മെൻറ്റേഷൻ കാണിക്കുന്നത് ആരായിരിക്കും? ഫെറിട്ടിമ, എർത്തോം, അനലിഡ്സ് ട്രൂ സെഗ്മെൻറ്റേഷൻ കാണിക്കുന്നവരാണ്. അതുപോലെ നീറീസ് ട്രൂ സെഗ്മെൻറ്റേഷൻ കാണിക്കുന്നു. പിന്നെ ഫോൾസ് സെഗ്മെൻറ്റേഷൻ കാണിക്കുന്നത് ടീനിയ, ഫാഷ്യോള ഒക്കെയാണ്. നോൺ സെഗ്മെൻറ്റഡ് ഓർഗാനിസത്തിൽ പെട്ടതാണ് അസ്കാരസും ബുച്ചറേറിയ. ഓക്കെ, അപ്പോൾ നോൺ സെഗ്മെൻറ്റഡിൽ അസ്കാരസ്, ബുച്ചറേറിയ. ട്രൂ സെഗ്മെൻറ്റേഷൻ നീറീസ്, ഫെറിട്ടിമ. ഫെറിട്ടിമ എന്ന് പറഞ്ഞാൽ നമ്മുടെ എർത്തുവമാണ്. ഇനി ഫോൾസ് സെഗ്മെൻറ്റേഷൻ ടീനിയ ആൻഡ് ഫാഷ്യോള. Then 73, match the following ആണ്. റെപ്റ്റൈൽ, ബേർഡ്സ്, അതിൻ്റെയൊക്കെ മാമൽസ്, അതിൻ്റെയൊക്കെ മാച്ച് ദ ഫോളോയിങ് ആണ്. റെപ്റ്റീലിയയുടെ ക്യാരക്ടർ സ്കെയിൽസ് ആണ്. അതിൻ്റെ എക്സാമ്പിൾ കീലോൺ എന്ന് പറയുന്നത് നമ്മുടെ ആമ, ടേർട്ടിൽ, കടലാമ. ഏയൂസിൻ്റെ ക്യാരക്ടർ ഫെതേഴ്സ് ആണ്. അതിൻ്റെ എക്സാമ്പിൾ സിറ്റാക്കുല. ദെൻ മമേലിയയുടെ ക്യാരക്ടർ മാമറി ഗ്ലാൻഡ്സ് ആണ്. എക്സാമ്പിൾ പാന്തറ. സിറ്റാക്കുല എന്ന് പറയുന്നത് നമ്മുടെ തത്ത, പാന്തറ നമ്മുടെ കടുവയൊക്കെ വരുന്ന ജീനസ്. ദെൻ 74, ഒബ്സർവ് ദ ടേബിൾ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. എസിമെട്രി കാണിക്കുന്ന 2 ഓർഗാനിസം, സൈക്കൺ ആൻഡ് സ്പോഞ്ചില്ല. റേഡിയൽ സിമെട്രി കാണിക്കുന്നത് നമ്മൾ കണ്ട ക്വസ്റ്റ്യൻ തന്നെയാണ്. റേഡിയൽ സിമെട്രി കാണിക്കുന്നത് ഒബീലിയ ആൻഡ് ഹൈഡ്ര. ബൈലാറ്ററൽ സിമെട്രി കാണിക്കുന്നത് ഷാർക്ക് ആൻഡ് കോക്രോച്ച്. ദെൻ 75, കോഡേറ്റിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. കോഡേറ്റ, യൂറോകോഡേറ്റ, സെഫാലോകോഡേറ്റ ആൻഡ് വെർട്ടിബ്രേറ്റ. സബ്ഫൈലം വെർട്ടിബ്രേറ്റ is divided into superclass Pisces and superclass Tetrapoda. ഫൈലം കോഡേറ്റയുടെ ക്യാരക്ടേഴ്സ്: presence of notochord, dorsal hollow nerve cord, post-anal part, pharyngeal gill slits. ഓക്കെ, പിന്നെ ക്ലാസിഫൈ ടെട്രാപോഡ ഇൻറ്റു ക്ലാസസ്. ടെട്രാപോഡയുടെ ക്ലാസസ് ഏതൊക്കെയാണ്? ക്ലാസ് ആംഫീബിയ, റെപ്റ്റീലിയ, ഏയൂസ് ആൻഡ് മാമൽസ്. That's all about animal kingdom. Okay, thank you.